വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ അടിയന്തരമായി ചിലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് ഹൈക്കോടതി 16ലേക്ക് മാറ്റി. വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച വിവരം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 120 കോടി രൂപ അടിയന്തരമായി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ഇതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനിടെ ദുരന്തബാധിതരുടെ ഭാഗം കേൾക്കാതെയാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതെന്ന് ഹർജികളിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ പ്രദേശവാസി അറിയിച്ചെങ്കിലും പുനരധിവാസ നടപടികളിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അമിക്കസ് ക്യൂറി അറിയിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. തുടർന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഈ മാസം 16ലേക്ക് മാറ്റി. ജനം, കൊച്ചി.